കറിയാണ്. പള്ളിക്കറി തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിന് കാണാത്തോണ്ട് അതേപോലെ തന്നെ തേടി പിടിച്ചിട്ട് വന്നതാണ്. ബന്ദർക്കിന്ന് വരുന്നതാണ്. അപ്പൊ ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരമായിട്ട് വരുന്ന ഇങ്ങോട്ടേക്ക്. നല്ല ഫുഡ് ചെറിയ കുഞ്ഞിനെ കൊണ്ടല്ലേ വരുന്നല്ലേ, അടിപൊളി. 25 വർഷമായിട്ട് കാഞ്ഞങ്ങാടുള്ള ഒരു തട്ടുകടയാണ്. അവരിപ്പോ ചെറിയൊരു ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പള്ളിക്കറി, ചോറ്, ചിക്കൻ ഫ്രൈ, പിന്നെ നെയ്പ്പത്തില്, പള്ളിക്കറി, ബീഫില് നല്ല ചിക്കൻ ഫ്രൈ ടോപ്പ് ഉണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്തായാലും, മസ്റ്റായിട്ട്. ബീഫ് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവർക്കൊക്കെ പള്ളിക്കറിയാണ് ഹൈലൈറ്റ് എങ്കിൽ എന്റെ പേഴ്സണലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കൊട്ടുകറി അല്ലെങ്കിൽ ബീഫിന്റെ എല്ല് കറി. നോർമൽ നമ്മൾ ബീഫ് കറി കൂട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. ഇതുവരെ എല്ല് കറി കഴിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കഴിച്ചോക്കണം. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലിന്റെ ഉള്ളിലെ മജ്ജയിലെ ഊർന്നു വന്ന ഒരു ഗ്രേവി, അതൊരു സ്പെഷ്യൽ ടേസ്റ്റ്. കൂടുതൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ലെങ്കിലും അതിന്റെ ഗ്രേവി സൂപ്പർ. ഞാന് 10-25 വർഷമായി കാഞ്ഞങ്ങാട് തട്ടുകൾ നടത്തിക്കൊണ്ടുണ്ടായിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല മായൊന്നും ചേർക്കൂല, ഒന്നും കൂട്ടൂല, അജിനാമോട്ടോ അങ്ങനത്തെ ഒന്നും മോശമായ ഒരു സാധനം കൂട്ടും. എല്ലാം നാടൻ ഫുഡാണ്. കളറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാ ഐറ്റംസും ഉണ്ട്. ബീഫിന്റെ ലിവർ ഉണ്ട്, ബീഫിന്റെ പള്ളിക്കറി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കബാബീസ് ഉണ്ട്, പൊട്ടുകറി ഉണ്ട്, ബോട്ടി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്. ഇവര് പറഞ്ഞാൽ പള്ളിക്കറിയില് ഭയങ്കര തിക്കായിട്ടുള്ള പള്ളിക്കറിയാന്ന് ഉണ്ടാകും. പിന്നെ ഇവിടുത്തെ ബോട്ടി നോർമലി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് റബ്ബർ പോലെയാണ് അതിന്റെ ഇറച്ചി ഉണ്ടാവും. പക്ഷെ ഇവിടെ നല്ല ഹലുവ പോലത്തെ ബോട്ടിയാണ് ഇവിടുന്ന് കിട്ടിയത്. ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇവിടുത്തെ മസ്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്. നാടൻ രുചികൾ ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ഫുഡ് കാര്യങ്ങൾ കിട്ടുന്നുള്ളത് തട്ടുകടയിൽ നിന്ന്. ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞങ്ങാട് നോർത്ത് കോടശ്ശേരി ABC-ന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ചെമ്മണൂർ ജ്വല്ലറിന്റെ തൊട്ടടുത്തായിട്ട് ഷുക്കൂർച്ചാന്റെ തട്ടുകട. ചൂട് സാധനം സ്പോട്ടിൽ കിട്ടും. നമ്മൾ വെയിറ്റിംഗ് ഇല്ല.